എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലെ ചെണ്ടുമല്ലിയുടെ വിശേഷങ്ങളാണ്. ഇപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ അതിന് തൈകൾ നടുമ്പം തൊട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മൾ 2 ആഴ്ച കുമ്മായി ഇട്ട മണ്ണാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ അതിന് നടാനായിട്ടുള്ള ബന്ദിയുടെ തൈയാണ്. ഇത് ഓണത്തിലേക്ക് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വിത്ത് ഭാഗ്യമൊന്നും മുളപ്പിക്കാനുള്ള ടൈമില്ല. മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം നമ്മൾ താമസിച്ച് പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടുമ്പോൾ കുറച്ച് വലിയ തൈ തന്നെ നടാനായിട്ട് ശ്രമിക്കണം ഇപ്പം. അപ്പോൾ ഇതിനകത്ത് തൈ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ നട സെൻട്രൽ നോക്കി വെക്കും. മെയിനായിട്ട് ഇതിന് നല്ല ഗ്രോത്ത്, നല്ല വളർച്ചയായിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ലപോലെ അടിവളം കൊടുക്കുക. കോഴിവളം ഒക്കെ നല്ലതാണ്. ഒന്നും ചുവട്ടിൽ മാത്രം ഇട്ട് കൊടുക്കരുത്. ഇനി നമ്മൾ പിന്നെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. അന്നേരം ഇത് നല്ല ഗ്രോത്തോടെ വളർന്ന് വരും. ഇത് ഒരു ഗ്രോ ബാഗിൽ ഒരു 10 മൂട് വെച്ചാലും നമ്മുടെ വീട്ടാവശ്യത്തിലേക്ക് ഓണത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലുള്ള ഫ്ലവർ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഇത് നമ്മൾ പച്ചക്കറി തൈകളൊക്കെ നടുമ്പോൾ ഈ ബന്ദിയുടെ തൈയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് വെക്കുന്നത് ഒരുപാട് കീട നിയന്ത്രണത്തിനൊക്കെ നമുക്ക് വളരെ നല്ലതാണിത്. ഇങ്ങനെ നമ്മൾ സ്വന്തമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പൂക്കൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരത്തില്ല. ആ പൂക്കൾ നശിക്കാതിരിക്കാൻ വേണ്ടി അവർ ഒരുപാട് തരത്തിലുള്ള കെമിക്കലായിട്ടുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ നല്ലപോലെ അടിവളങ്ങൾ ഇട്ട് കൊടുത്ത് നട്ടതിന് ശേഷം നല്ലപോലെ വളങ്ങൾ ഇട്ട് കൊടുക്കും തോറും അത് നല്ല രീതിയിൽ വളർന്ന് നല്ലപോലെ നമുക്ക് അതിനകത്ത് നിന്ന് പൂക്കൾ ലഭിക്കുകയും ചെയ്യും. ചെണ്ടുമല്ലി ചെടി നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ തൈ നട്ടതിന് 20 ദിവസം കഴിയുമ്പോൾ ഇതിന് നല്ല ഒരു സപ്പോർട്ട് കൊടുക്കണം. ഒരു കമ്പും കൊണ്ട് എന്തെങ്കിലും അതിനൊരു താങ്ങ് കൊടുക്കണം. ഇതിൻ്റെ തണ്ടിന് അധികം കനമില്ല. വെയിറ്റ് വരുമ്പോഴത്തേക്കും ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തൈ നട്ടതിന് ശേഷം അത് നല്ല വളർച്ചയായിട്ട് വരുമ്പോൾ ഒരു 3 ആഴ്ചയാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ട കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഇത് നമുക്ക് വേറെ പ്ലാന്റായിട്ട് വെക്കാനും സാധിക്കും. ഇതിനകത്തുനിന്ന് ഒരുപാട് ശിഖരം, അങ്ങനെ ഞാൻ ചെയ്തേക്കന്നെയാണ്. ഇവിടെ കാണാൻ സാധിക്കുമല്ലോ, ഒരുപാട് നമുക്ക് ഇതിനകത്തുനിന്ന് വേറെ വേറെ ശിഖരങ്ങൾ വരികയും അപ്പോൾ അതെല്ലാം നിറച്ച് നല്ല പൂക്കളായിട്ട് നമുക്ക് ഒരുപാട് പൂക്കൾ ഇതിനകത്ത് ലഭിക്കുകയും ചെയ്യും. ഇത് നമുക്ക് 45 ദിവസം പ്രായമായ തൈയാണ്. ഇത് നമ്മൾ നേരത്തെ ഇവിടെ നട്ടതാണ്. 45 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് സാധാരണ മൊട്ട് വരും. മൊട്ട് വന്ന് നമുക്കൊരു 1.5 മാസം നമുക്ക് ഇതിനകത്ത് നിന്ന് പൂക്കൾ ലഭിക്കുകയും ചെയ്യും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ആവശ്യമുള്ള പൂക്കൾ നമ്മൾ തന്നെ നട്ട് വളർത്തി അതിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.